ജനങ്ങളുടെ ആവശ്യത്തിന് സമരം ചെയ്യുമ്പോൾ എന്തിനാണ് ജനങ്ങളെ തടയുന്നത്? പണിക്ക് പോകുന്നവരെ അല്ലെങ്കിൽ പല പല ആവശ്യങ്ങൾക്ക് പോകുന്നവരെ സൈഡിൽ പിടിച്ച് നിർത്തിയിട്ട് നിങ്ങളിപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ തടയുവാണെങ്കിൽ മന്ത്രിമാരെ, MLA മാരെ, MP മാരെയോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും തടഞ്ഞു വെക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു രസമുണ്ട്. എനിക്ക് പണി 24 മണിക്കൂർ പണി തന്നെയാണ്. പണിക്ക് പോകുന്നവരെ കാണുമ്പോൾ ഇവർക്ക് എന്താ പുച്ഛമാണെന്ന് തോന്നല്ലോ. പോലീസുകാർ നിൽക്കുന്നുണ്ട്, പാവമുണ്ട്. നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവരുടെ നെഞ്ചത്താണെങ്കിൽ പോലീസുകാർക്ക് നല്ല രസമാണ് കയറാൻ. ഈ രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെ ചങ്കും പിരിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരക്ഷരം വേണ്ടത്തില്ല, നിൽക്കുന്നുണ്ടോ? അയാൾക്ക് എന്തെങ്കിലും ആവശ്യം കാണും. അത് ഇവരെന്തിനാണ് അറിയുന്നേ? അതിൽ ചിലപ്പോൾ ചുമ്മാ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമായിരിക്കും, അല്ലെങ്കിൽ ടൂറ് പോകുമായിരിക്കും, സിനിമയ്ക്ക് പോകുമായിരിക്കും. അത് മറ്റുള്ളവർ അറിയേണ്ട കാര്യമുണ്ടോന്നേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഹർത്താൽ ഹർത്താൽ ഹർത്താൽ, എന്തെങ്കിലും ഒരു ആവശ്യം ഉന്നയിച്ചായിരിക്കുമല്ലോ ഹർത്താൽ നടത്തുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും നാൾ ഹർത്താൽ നടത്തിയിട്ട് പല പല ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ സാധനം നടത്തിയിട്ട് ഇന്നേ വരെ എന്തെങ്കിലും ഒരു ആവശ്യം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. എന്താ ഞാൻ ചോദിച്ചത് ശരിയല്ലേ? പലതരത്തിൽ പേടയ്ക്കണ തരത്തിലുള്ള ഹർത്താലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? പെട്രോൾ വിലക്കെതിരെ, ഗ്യാസിൻ്റെ വിലക്കെതിരെ, വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്കെതിരെ ഇത്രയും കാര്യങ്ങൾ നടത്തിയിട്ട് എന്നാൽ നിങ്ങൾ സമരം ചെയ്തതല്ലേ, ഞാനിതാ പെട്രോൾ വില കുറച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഗ്യാസിൻ്റെ വില കുറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം അംഗീകരിച്ചതായിട്ട് അറിയാവോ? പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? ചുമ്മാ വെറുതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാം എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് എന്ത് നേട്ടം അറിയാൻ മേലത്തോണ്ട് ചോദിക്കുക. ഓക്കെ, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്. പല പല ആവശ്യങ്ങൾ ഉന്നയിച്ച് നിങ്ങൾ സമരം ചെയ്യുന്നു. ഓക്കെ, സമ്മതിച്ച്, അതെല്ലാം നല്ല കാര്യമാണ്. പക്ഷേ ജനങ്ങളുടെ ആവശ്യത്തിന് സമരം ചെയ്യുമ്പോൾ എന്തിനാണ് ജനങ്ങളെ തടയുന്നത്? പണിക്ക് പോകുന്നവരെ അല്ലെങ്കിൽ പല പല ആവശ്യങ്ങൾക്ക് പോകുന്നവരെ സൈഡിൽ പിടിച്ച് നിർത്തിയിട്ട് നിങ്ങളിപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ തടയുവാണെങ്കിൽ മന്ത്രിമാരെ, MLA മാരെ, MP മാരെയോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും തടഞ്ഞു വെക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു രസമുണ്ട്. അല്ലാതെ വഴിയിൽ പോകുന്നവരെല്ലാം തടഞ്ഞു നിർത്തി നിങ്ങളിപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഭരണകൂടത്തിന് സങ്കടം തോന്നിയിട്ട് അയ്യോ പാവം ജനങ്ങളെ തടഞ്ഞു വെക്കുന്നു, എന്നാൽ അവർ ആവശ്യങ്ങളൊന്ന് നിറവേറ്റി കൊടുത്തേക്കാന്ന് അവർ ചിന്തിക്കുമോ? ഒരിക്കലും ഇല്ല. അവരെ തടയണം. അങ്ങനെ അവർക്ക് ബുദ്ധിമുട്ട് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് കാര്യം നടക്കത്തുള്ളൂ. ചേടാ, ഇതൊരു വല്ലാത്ത പുലിവാല് തന്നെടേ. എന്താ സമാധാനപ്പെട്. ഈ നാട്ടിൽ ഒരു ചെറുപ്പക്കാരനെ ചവിട്ടി കൊന്നിട്ട് തലച്ചോറ് പുറത്ത് എനിക്ക് പണി 24 മണിക്കൂർ പണിയല്ലേ? എനിക്ക് പണി 24 മണിക്കൂർ പണി തന്നെയാണ്. പണിക്ക് പോകുന്നവരെ കാണുമ്പോൾ ഇവർക്ക് എന്താ പുച്ഛമാണെന്ന് തോന്നല്ലോ. എനക്ക് പറയാൻ വോയിസ് ഇല്ല, പിന്നെ ആർക്ക് പറയാനാ വോയിസ് ഉള്ളത് ഇവിടെ? ചേടാ, ഞാൻ പറഞ്ഞ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത്. പക്ഷെ ജനങ്ങളെ വഴി തടയണം. എന്ത് കാര്യത്തിന്? ഞാൻ പറയുന്നത്, പണ്ട് ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിരാഹാര സമരം നടത്തി. ഈ നിരാഹാര സമരം നടത്തി കഴിഞ്ഞാൽ അവർ സങ്കടം വന്നിട്ട് ഓടിപ്പോയതാണോ? അറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുക. ഞാൻ പലപ്പോഴും ചിന്തിച്ചൊരു കാര്യമാണ്, ബ്രിട്ടീഷുകാർ ഇവിടെ എന്തിനാ വന്നത്? നമ്മളെ അടിച്ചമർത്തി ഭരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന അത്രയ്ക്ക് ദുഷ്ടന്മാരായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ നമ്മളെപ്പോലുള്ള ആളുകൾ പോയിട്ട് ഞാൻ പട്ടിണി കിടക്കാൻ പോവുകയാണേ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മൂലയ്ക്ക് പോയിരുന്നു പട്ടിണി കിടന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർ പറഞ്ഞ സങ്കടം വന്ന് പോവുമോ? നീ പോയി ചാകടാന്നല്ലേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇത് ജനങ്ങളെ പിടിച്ച് തടഞ്ഞു നിർത്തുന്നു. ഈ സമരം ഏത് സമരം ആയിക്കോട്ടെ, ഹർത്താലിൽ ജനങ്ങളെ തടഞ്ഞു നിർത്തുന്നു. ഈ ഭരണകർത്താക്കളായിട്ടുള്ളവർ അയ്യോ പാവം ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടോ അവർ പറഞ്ഞാൽ ഈ ആവശ്യം അങ്ങ് നിറവേറ്റി തരുമോ? ഇല്ല. അത് ജനങ്ങളെല്ലാം തടയണ്ടേ, അവരെ പോയി തടയണം. മനസ്സിലായോ? അവരതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. അത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇതൊക്കെ എവിടുത്തെ ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഇതുപോലെ തന്നെ ഈ വഴിയിലിറങ്ങി ഈ തടയുന്ന പരിപാടി നിർത്തണം. അത് ഉത്സവമായാലും പെരുന്നാളായാലും ഈ പറഞ്ഞ സാധനമാണെന്ന് പറഞ്ഞാലും എന്നാ കാര്യത്തിനാണ്, എന്തെല്ലാം ആവശ്യത്തിനാണ് ഓരോ ജനങ്ങൾ ഓരോ കാര്യത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്? എനിക്കറിയില്ലേ, കാര്യം പറഞ്ഞു ഓനിങ്ങനെ കൈ ചൂണ്ടിട്ടൊക്കെ ഈ കൈ ചൂണ്ടിട്ടൊക്കെ പറയാൻ ഇത്രയും ആളുകൾക്ക് ഒരു വിലയില്ലേ? പിന്നല്ല എന്താ മനസ്സിലാക്കി നീ ഭയങ്കര നോട്ടം അവരൊക്കെ ഒരു മനോഭാവം കണ്ടോ? അത്രയും പേര് എല്ലാം കൂടെ പുറകിലൊരു 10-20 പേരുണ്ടല്ലോ, അതിൻ്റെ ഒരു മിടുക്ക്, തിണ്ണമിടുക്ക്. അല്ലാതെ എന്തോന്ന് എന്താ മനസ്സിലാക്കി? എന്തായിക്കോട്ടെ, തലച്ചോറ് പുറത്തെറിയിച്ച് കണ്ടുകോ?
ചെറുപ്പക്കാരന്റെ ഈ കൊണ്ടെങ്കിൽ കണ്ടോ പുള്ളി ചോദിച്ചാൽ ശരിയല്ലേ അതിന് ഞാനാണ് ഉത്തരവാദിന്ന് എന്നെ എന്തിനാ തടയുന്നതെന്ന്. എന്തൊരു അവസ്ഥയാണെന്ന് ഓർത്തോണ്ടേ 10 മിനിറ്റിൽ 6 മണി വരെ നീ പോകണ്ടെന്ന്. ഒരു മനുഷ്യനെ അവിടെ തടഞ്ഞു നിർത്താൻ ഇവർക്കൊക്കെ ആരാ അധികാരം കൊടുത്തത്? പോലീസുകാർ നിൽക്കുന്നുണ്ട്, പാവമുണ്ട്. നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവരുടെ നെഞ്ചത്താണെങ്കിൽ പോലീസുകാർക്ക് നല്ല രസമാണ് കയറാൻ. ഈ രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെ ചങ്കും പിരിച്ചു നിന്ന് കഴിഞ്ഞാൽ ഒരക്ഷരം വേണ്ടത്തില്ല, നിൽക്കുന്നുണ്ടോ? ഗതികേട്. 10 മിനിറ്റ് അല്ല, 10 മിനിറ്റ് നേരത്തെ. എന്നല്ലേ നമുക്ക് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ എത്ര പേരെ അനുവാദം വേണം? ഞാനെന്ത് ചെയ്യാനാണ്? ഞങ്ങൾ പറഞ്ഞു 10 മിനിറ്റ് ഇനി ഇങ്ങോട്ട് റോങ് ആയി വരുന്നത് എന്തിനാണ്? നമുക്ക് ഞാൻ ജയിക്കാൻ പണിക്കുവാണ്, നിങ്ങൾ ആരും പൈസ തരുന്നില്ല. ഞാൻ ജയിക്കാനാണ് എനിക്ക് പണിക്കുന്നത്, നിങ്ങൾ ആരും പൈസ തരുന്നില്ല. ഈ പറഞ്ഞ സർക്കാരിന് തരുന്നില്ല, ഞങ്ങളും തരുന്നില്ല. നമുക്ക് ജയിക്കണ്ടേ? നിങ്ങൾ ഹർത്താൽ വെച്ചിട്ട് ഞങ്ങൾ പണി കൊടുക്കണം. കറക്റ്റ് കാര്യമല്ലേ? നിങ്ങളും പൈസ തരുന്നില്ല, ആരും പൈസ തരുന്നില്ല, ആരും ആർക്കും പൈസ കൊടുക്കുവാൻ വേണ്ട. പക്ഷെ പണിക്ക് പോകാമല്ലോ. പണിക്ക് പോകുന്നതിനെ തടഞ്ഞു നിർത്തിയിരിക്കുക. നീ വണ്ടി സൈഡാക്കിയിട്ട് നടന്ന് പണിക്ക് പോക്കോളെ. ഈ നടന്ന് പണിക്ക് പോകണം, വണ്ടിയെ പോകണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഇവരാണോ? വണ്ടി വിടൂല. വണ്ടി വിടണ്ട. ഏത് മൃഗങ്ങളെ ശല്യം നമ്മൾ സഹിക്കണം, നിങ്ങളുടെ ശല്യം ഞങ്ങൾ സഹിക്കണം. എന്താ ഇത് നടക്കുമോ? കറക്റ്റ് ഡയലോഗായിരുന്നു. മൃഗങ്ങളുടെ ശല്യം സഹിക്കണം, നിങ്ങളുടെ ശല്യം സഹിക്കണം. എല്ലാത്തൊരു കഷ്ടം തന്നെ. ഇതുവരെ എല്ലാ വണ്ടിക്കാരും അങ്ങോട്ടും മര്യാദക്ക് പറഞ്ഞപ്പോ ഈ വണ്ടികളൊക്കെ പോകുന്നുണ്ടല്ലോ, ആരൊന്നും പറഞ്ഞില്ലേ? എന്റെ സംസാരം ശരിയില്ലാത്തോണ്ടാണ് അല്ലാതെ ബാക്കിയുള്ള ആളുകൾ. ഈ സംസാരം ശരിയാണോ അല്ലയോ എന്ന് സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇവിടെ നിൽക്കുന്നത്. പോകുന്നുണ്ട്, ആരും ഒന്നും പറയുന്നില്ല. എല്ലാവരോടും ഹർത്താലായിട്ട് സഹകരിക്കണം വലിയ ചില ചലച്ച് അതാണ് എല്ലാവരും ശല്യം നമ്മൾ കഴിക്കണം. ചാവി തരണോ? ചാവി തരണേ. അത് ശരി, ചാവിയൊക്കെ കൊണ്ടുപോയോ? ആ കൊള്ളാലോ. എന്തൊരു തിണ്ണമെടുക്കാമെന്ന് ഓർത്ത് നോക്കിയേ. ഈ മദ്യപിച്ചവരെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ വയസ്സായിട്ട് നിൽക്കുമ്പം ഊതിച്ച് കഴിയുമ്പോൾ കുക്കു അടിച്ച് കഴിയുമ്പോൾ ഉടനെ താക്കോല് വലിച്ചു വരുമല്ലേ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയല്ലോ. കാരണം ഒരു രൂക്ഷമായിട്ട് സമരത്തിനെ എതിർക്കുന്ന രീതിയിലാണ് വന്ന സംസാരം. നമുക്കൊരു അനുകൂല നിലപാട് ഉണ്ടാണെങ്കിൽ ഞങ്ങൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കൂല. അതിന് തണ്ട് കാണിക്കുക സമരക്കാരോട്, അത് നടക്കൂല. അവർ തണ്ട് കാണിക്കുന്നതുകൊണ്ട് അവിടെ തടഞ്ഞു നിർത്തി. തൊട്ടപ്പുറത്ത് KSRTC ബസ് കിടപ്പുണ്ടല്ലോ, പുള്ളി എന്ത് തണ്ട് കാണിച്ചിട്ട് അത് തടഞ്ഞെടുത്തിരിക്കുന്നത്? അതിൻ്റെ അകത്ത് കുറേ ജനങ്ങളുണ്ടല്ലോ. ഒരു വണ്ടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു കാറോ ബൈക്കോ തടയുമ്പോഴത്തേക്ക് ഇത്രയ്ക്ക് ആൾക്കാർ, ഒരു ബസ് തടയുമ്പോൾ എത്ര പേരാണ് അതിനകത്ത് ബുദ്ധിമുട്ടുന്നത്? അതാ മനസ്സിലാക്കുമല്ലാത്ത തണ്ട് കാണിച്ചുകൊണ്ട് ബസ് എന്തിനാണ് തടഞ്ഞിട്ടിരിക്കുന്നത്? അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ എന്തൊരു അത്യാവശ്യ കാര്യം എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം ഇവരോട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും തട്ടിക്കയറുകയും ചെയ്തു എന്നാണ് പറയുന്നത്. എന്തായാലും പോലീസ് തട്ടിക്കയറിയാലും വാക്കുതർക്കം ഉണ്ടാക്കിയാലും ഇപ്പം എന്നാ അയാൾക്ക് എന്തെങ്കിലും ആവശ്യം കാണും. അത് ഇവരെന്തിനാ അറിയുന്നേ? അതിൽ ചിലപ്പോൾ ചുമ്മാ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമായിരിക്കും, അല്ലെങ്കിൽ ടൂറ് പോകുമായിരിക്കും, സിനിമയ്ക്ക് പോകുമായിരിക്കും. അത് മറ്റുള്ളവർ അറിയേണ്ട കാര്യമുണ്ടോന്നേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരൻ വയനാട്ടുകാരനല്ല. പക്ഷെ പുള്ളി വയനാട് കാണാൻ വേണ്ടി വന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ. ഇങ്ങനെയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ വരുമോ? പിന്നെ ആദ്യം പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട് കേട്ടോ. ഞാൻ MLA MP മന്ത്രിമാരെന്നൊക്കെ പറഞ്ഞായിരുന്നു. ആ കൂട്ടത്തിൽ നിന്ന് MP ഞാൻ ഒഴിവാക്കി. കാരണം MP വഴി തടയണമെങ്കിൽ എവിടെ പോയി തടയും? ഡൽഹിക്ക് പോകേണ്ടി വരും. ഈ ഹർത്താലിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം?
ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ വയനാട്ടിൽ നടന്ന ഹർത്താലിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് കുറേ UDF അനുകൂലികൾ വന്നിട്ട് ഇവിടെ കമൻറ്റ് ബോക്സിൽ വന്ന് തീപ്പൊരി പ്രസംഗം നടത്തുമായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ, അത് സാരമില്ല, അതങ്ങ് രാഷ്ട്രീയ തിമിരം ബാധിച്ചുകൊണ്ടാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മൊത്തത്തിലാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ല. അവനവന് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ഇട്ടേക്ക്.